സ്വന്തം ആദർശങ്ങൾ എക്കാലവും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ച ഇന്ത്യൻ പ്രതിരോധ മന്ത്രി തന്റെ വിലപ്പെട്ട നേരം പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ സംഘത്തിനായി മാറ്റിവെച്ചു. Sir, in other countries like Russia and all, it is important for the citizens after their graduations to serve in the military for a few years. The same way in India, why is it not compulsory for the citizens to serve in the military? നമ്മൾ അനുകൂലമല്ലത്. കമ്പൽസറി ആയിട്ടുള്ള മിലിറ്ററി സേവനത്തിന് ഇന്ത്യ അനുകൂലമല്ല. ഇഷ്ടമുള്ളത് ചേരട്ടെ, വളണ്ടറിയാണ്. അല്ല, കമ്പൽസറി നമുക്ക് ആവശ്യമില്ല അഭിപ്രായക്കാരാണ്. ഗവൺമെൻറ്റിൻ്റെ പോളിസി അത് തന്നെയാണ്. കാരണം നമ്മുടെ ഡെമോക്രസി സങ്കല്പത്തിൽ അത് ചേർന്നില്ല. Sir, I want to ask you, which is your favorite book or the book which you want the youth of India to read so that they'll get inspired? You read Discovery of India. പത്രത്തിൽ വായിച്ചു, ഈ കാലത്ത് ചെറുപ്പക്കാർ ആർമിയിൽ ജോയിൻ ചെയ്യാനായിട്ട് മടി കാണിക്കുകയാണ്. ഇതിനു വേണ്ടി ഗവൺമെൻറ് വല്ല പോളിസീസ് എടുക്കുന്നുണ്ടോ അത് മാറ്റാൻ വേണ്ടി? ഇടയ്ക്കൊരു നേവിയിലും എയർഫോഴ്സിലും നേരത്തെ തന്നെ പ്രശ്നമില്ല. ആവശ്യത്തിൽ കുറേ ആൾക്കാർ വരുന്നുണ്ട്. ആർമിയിലെ ഓഫീസർമാരുടെ എണ്ണത്തിൽ കുറച്ച് കുറവുണ്ടായിരുന്നു. കാരണം ഒരു കാര്യം, ആർമിയിലെ ഓഫീസറായിട്ട് അഡ്മിഷൻ കിട്ടണമെങ്കിലുള്ള കഠിനമായിട്ടുള്ള ട്രെയിനിങ്ങാണ്. പരീക്ഷയും വളരെ കഠിനമാണ്. പിന്നെ ഇവിടെ പഴയ കാലമല്ലല്ലോ, ആൾക്കാരുടെ എല്ലാം സ്വപ്നങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവർക്കും മെച്ചപ്പെട്ട ജീവിത സൗകര്യം വേണം. അപ്പോൾ പുറത്ത് ഈ ലിബറലൈസേഷന് ശേഷം ചില മേഖലകളിൽ നല്ല കനത്ത ശമ്പളം കിട്ടാൻ തുടങ്ങി. അതുമായിട്ട് നോക്കുമ്പോൾ പട്ടാളക്കാർ കിട്ടിക്കൊണ്ടുന്ന ശമ്പളം കുറവാണ്. ഇന്നത്തേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട ഒരു ആനുകൂല്യങ്ങൾ കൊടുക്കണമെന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. എന്നാലും സമീപകാലത്തായിട്ട് എൻ്റെ ഒരു അനുഭവം, പട്ടാളത്തിൽ ചേരാനുള്ള താല്പര്യം നമ്മുടെ ചെറുപ്പക്കാരുടെ കൂടി വരികയാണ്, കുറയുന്നില്ല. സാർ ജീവിതത്തിലുടനീളം ഫോളോ ചെയ്ത സാറിൻ്റെ പ്രിൻസിപ്പൾസിനെ കുറിച്ച് സാർ ഒന്ന് ഞങ്ങളുടെ അടുത്ത് വിവരിക്കാമോ? സാറിൻ്റെ വാല്യൂസ് ഞങ്ങൾക്ക് ശരിക്കും ഇൻസ്പയറിംഗ് ആവും. സാറിൻ്റെ വാല്യൂസ് ഒന്ന് പറയുകയാണെങ്കിൽ. ആദ്യം വിവരിക്കാനില്ല, മനസാക്ഷി അനുസരിച്ച് പ്രവർത്തിക്കുക.